പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. വെള്ളി ശനി ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാൻ പാടില്ലെന്നിരിക്കെ ഷവ്വാലിലെ 6 നോമ്പ്, അറഫ നോമ്പ്, മറ്റ് സുന്നത്ത് നോമ്പുകൾ എന്നിവ വെള്ളി ശനി ദിവസങ്ങളിൽ വന്നാൽ ഇത്തരം അവസ്ഥകളിൽ എന്താണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം. വെള്ളിയാഴ്ച മാത്രമായിക്കൊണ്ടും ശനിയാഴ്ച മാത്രമായിക്കൊണ്ടും നോമ്പ് നോൽക്കുക എന്നത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. അതേസമയത്ത് അറഫ നോമ്പ്, ആഷുറാ പോലെയുള്ള നോമ്പുകൾ വെള്ളി ശനി ദിവസങ്ങളിൽ വന്നാൽ എന്തു ചെയ്യണമെന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ചും ശനിയാഴ്ച നോമ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിൽ കാണാൻ സാധിക്കും. ശനിയാഴ്ച നോമ്പുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസ്, നിങ്ങൾക്ക് ഫർലാക്കപ്പെട്ട നോമ്പുകളല്ലാത്ത മറ്റൊരു നോമ്പും നിങ്ങൾ നോൽക്കരുത് ശനിയാഴ്ച ദിവസം എന്ന ആശയത്തിൽ വന്ന ഹദീസ്. ഈ ഹദീസിനെ സഹീഹാണെന്ന് വാദിക്കുന്ന പണ്ഡിതന്മാർ അവർ ശനിയാഴ്ച നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് ശക്തമായി വാദിക്കുന്നവരാണ്. എന്നാൽ ഈ ഹദീസ് ഷാദാണ്, മുളുത്തരിബാണ്, അതുപോലെ തന്നെ സഹീഹായ ഹദീസുകൾക്ക് എതിരായി വന്ന ഹദീസാണ് എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാർ അവർ നിരുപാധികം ശനിയാഴ്ച നോമ്പ് നോൽക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് പറഞ്ഞതും കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഹക്ക് അതിന് രണ്ടിനുമിടയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശനിയാഴ്ച ദിവസം അകാരണമായിക്കൊണ്ട് നഫിലായ രൂപത്തിലുള്ള നോമ്പുകൾ നോൽക്കാതിരിക്കൽ തന്നെയാണ് ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയോട് ചോദിച്ചു, അതല്ല, നീ നോമ്പുകാരിയാണോ? അതെ എന്ന് പറഞ്ഞപ്പോൾ, ഇന്നലെ നോമ്പ് നോറ്റിരുന്നോ? ഇല്ല എന്ന് പറഞ്ഞു. നാളെ നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ നീ നോമ്പ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ സാധിക്കും, ഒരാൾ വെള്ളിയാഴ്ച നോമ്പ് നോൽക്കുകയാണ് എങ്കിൽ ഒന്നിരിക്കൽ അതിൻ്റെ ഒരു ദിവസം മുമ്പും നോമ്പ് നോൽക്കുക, അതല്ലെങ്കിൽ ഒരു ദിവസം ശേഷവും അയാൾ നോമ്പ് നോറ്റുകൊള്ളട്ടെ എന്നാണ്. അഥവാ ഒരു ദിവസം മുമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നോമ്പ് നോൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട്. ഇല്ലാ അൻ യുസാമ യൗമൻ ഖബ്ലഹു ഔ യൗമൻ ബഅദഹു, ഒന്നിരിക്കൽ അവൻ ആ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒരു ദിവസം മുമ്പ് നോൽമ്പ് നോൽക്കണം, എന്നിട്ട് വെള്ളിയാഴ്ച നോൽക്കുക, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ കൂടെ അതിന് ശേഷമുള്ള ഒരു ദിവസം നോമ്പ് നോൽക്കുക. അപ്പോൾ ഫല്ലദി ഖബ്ലഹു യൗമുൽ ഖമീസ്, വെള്ളിയാഴ്ചയുടെ മുമ്പത്തെ ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാഴാഴ്ചയാണ്. വല്ലദി ബഅദഹു യൗമുസ് സബ്ത്, വെള്ളിയാഴ്ചയുടെ ശേഷമുള്ള ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുസ് സബ്തുമാണ്, ശനിയാഴ്ചയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നോൻപ് നോൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച നോമ്പ് നോൽക്കുന്നതിന് വിരോധമില്ല. വ്യാഴാഴ്ച നോൻപ് നോൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച നോമ്പ് നോൽക്കുന്നതിനും വിരോധമില്ല. ഇതുപോലെ തന്നെ അറഫ നോമ്പിൻ്റെ വിഷയത്തിലും ആഷുറായിൻ്റെ വിഷയത്തിലും, അതുപോലെ തന്നെ ഷവ്വാൽ മാസത്തിലെ 6 നോമ്പിൻ്റെ വിഷയത്തിലും അയ്യാമുൽ ബീദിൻ്റെ വിഷയത്തിലുമൊക്കെ ആ ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് ആമായിക്കൊണ്ട്, പൊതുവായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അത് വെള്ളിയാഴ്ച ആണെങ്കിൽ നോക്കരുത്, ശനിയാഴ്ച ആണെങ്കിൽ നോൽക്കരുത് എന്ന് പ്രത്യേകമായി കൊണ്ട് ഖാസാക്കി പറഞ്ഞിട്ടുമില്ല. എന്നിരിക്കെ ഈ ഉമൂമ് അറിയിക്കുന്നത് അത് വരുന്ന ദിവസങ്ങൾ ഏതായിരുന്നാലും ശരി ഈ പറഞ്ഞ നോമ്പുകൾ നമ്മൾ നോക്കുക എന്നതാണ് അതിൻ്റെ ഉമൂമ്, അഥവാ അതിൻ്റെ പൊതുവായിട്ടുള്ള തത്വം നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത്, 2 ചർച്ചകളാണ് പണ്ഡിതന്മാർ നടത്തിയ 2 ചർച്ചകളുടെ ഇടയിലാണ് കാര്യങ്ങളുള്ളത്. ഒന്നാമത്തത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച മാത്രമായിക്കൊണ്ട് അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രമായിക്കൊണ്ട് നഫലുകളായ കാരണങ്ങളില്ലാത്ത സുന്നത്ത് നോമ്പുകൾ നോൽക്കാതിരിക്കുക തന്നെയാണ് വേണ്ടത്. അതേസമയത്ത് വെള്ളിയും ശനിയും നോൽക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമുള്ള കാര്യമല്ല, അയാൾക്ക് നോൽക്കാം. അതല്ലെങ്കിൽ വ്യാഴവും വെള്ളിയും നോൽക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നവുമില്ല. അതേപോലെ കാരണങ്ങളുള്ള സുന്നത്തുകൾ, അഥവാ അത് അറഫയുടേതാകട്ടെ, അതല്ലെങ്കിൽ അത് അഷുറായിൻ്റേതാകട്ടെ, താസുആയിൻ്റേതാകട്ടെ, അതുപോലെ തന്നെ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ വരുന്ന നോമ്പുകളാകട്ടെ, 9 ദിവസങ്ങളിൽ വരുന്ന നോമ്പുകളാകട്ടെ, അതുമല്ലെങ്കിൽ
നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അയ്യാമുൽ ബീദിലെ നോമ്പുകളാകട്ടെ, ഇത്തരം നോമ്പുകൾ ശനികളിലും വെള്ളികളിലും ഒക്കെ വരികയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് നോൽക്കാം എന്നതു തന്നെയാണ്, അത് സുന്നത്താണ് എന്നതു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. Peace Radio. Tune to reality.